ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശുനാഥനും ഫരിസേരും നിയമജ്ഞരും തമ്മിലുള്ള ഒരു തർക്കത്തെ പറ്റിയിട്ടാണ്. ഇവിടെ പാരമ്പര്യത്തെ ചൊല്ലി യേശുനാഥന് മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഫരിസേരും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മറുപടി നൽകുന്ന യേശുനാഥനെയും കാണുകയാണ്. പാരമ്പര്യത്തെക്കുറിച്ച് ഒത്തിരിയേറെ ബോധവാന്മാരായിരുന്നു ഈ ഫരിസേരും നിയമജ്ഞരുമെന്ന് സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. പാരമ്പര്യത്തിൽ അടിസ്ഥാനമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അവരുടെ ആരാധനാക്രമങ്ങളായാലും എന്തു തന്നെയായിരുന്നാലും ഈ പാരമ്പര്യത്തിലൂന്നിയാണ് അവർ ഓരോന്നും ചെയ്തു പോന്നിരുന്നത്. അവിടേക്ക് യേശുനാഥൻ ഒരു വെളിച്ചം നൽകുകയാണ്, അവരെ കപടനാട്യക്കാരെ എന്ന് വിളിച്ചുകൊണ്ട്. ദൈവം പ്രധാനമായിട്ട് നൽകിയ പല കൽപ്പനകളും പാലിക്കാതെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് യേശുനാഥൻ അവർക്ക് പറഞ്ഞു നൽകുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിനെ ചൊല്ലിയിട്ടാണ് ഇവർ യേശുനാഥനോട് പരാതി പറയുന്നത്. അവിടുത്തെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നത്? അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുനാഥൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കൽപ്പന പോലും ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് യേശുനാഥൻ പറയുന്നത്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണമെന്ന കൽപ്പന ഉണ്ടായിരുന്നിട്ട് കൂടെ നിങ്ങൾ മാതാവിനും പിതാവിനും കൊടുക്കേണ്ടുന്ന കാര്യം കുർബാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവിനെയും പിതാവിനെയും കൊടുക്കേണ്ടെന്ന് പോലും കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോഴവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഈ കൽപ്പനകളെ ലംഘിക്കുകയാണ്. ഇവിടെ യേശുനാഥൻ നമുക്കും കൂടി പറഞ്ഞു നൽകുന്ന ഒരു കാര്യമുണ്ട്. ഈ പാരമ്പര്യത്തിൽ അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ കാലക്രമേണ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തു വരുമ്പോൾ അത് ഒരു ചടങ്ങ് കഴിക്കലായിട്ട് മാറിപ്പോകാറുണ്ട്. അത് വെറും ചില സാഹചര്യങ്ങൾ അതൊരു കപടനാട്യമായിട്ട് മാറാറുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ദിവ്യബലികളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് സഭ പറയുന്നത് കൊണ്ട് നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. എന്നാൽ യഥാർത്ഥമായ അതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ആ അവസ്ഥയിലൊക്കെ നമ്മളും ഈ ഫരിസേരും നിയമജ്ഞരെയും പോലെ കപടനാട്യക്കാരായിട്ട് മാറുകയാണ്. അതായത് ഈശോയുടെ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യബലി പങ്കെടുക്കാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായ യഥാർത്ഥമായ ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുകയും കൂദാശകളുടെ ഭാഗഭാക്കുകളായി മാറുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും ഈശോ നൽകുന്ന യഥാർത്ഥമായ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം നമുക്ക് ഒന്ന് ഇരുന്ന് ചിന്തിക്കാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഈ കാപട്യങ്ങൾ കടന്നു വന്നിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിലാണ് ഈ കാപട്യത്തിൻ്റെതായ ലാഞ്ചന ഉണ്ടായിട്ടുള്ളത്? അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഉദാശകളിലും പ്രാർത്ഥനകളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ പങ്കുകൊള്ളാനും യഥാർത്ഥമായ സത്ത മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോത്തിൽ സ്നേഹിക്കാനും ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.